അസ്സലാമു അലൈക്കും. അബ്ദുൽ നാസറോടാണ്. സഹോദരന്മാരെ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് അതിന് മുമ്പായിട്ട് എനിക്കൊന്ന് പറയാനുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ തികച്ചത് കാണണം. പിന്നെ കമൻറ്റ് ബോക്സിൽ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും തിരുത്തണമെന്നും നിങ്ങളെ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. സാധാരണ ഒരു വീഡിയോ കാണുമ്പോൾ അത് ചിലപ്പോൾ ചില ആൾക്ക് അവരെ ആശയത്തിനും അവരുടെ വിശ്വാസത്തിനും ചിലപ്പോൾ യോജിച്ചൊന്നും വരില്ല, യോജിക്കുന്നവരും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തന്നെ ആവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് വെച്ചാൽ, നമ്മൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ അതിന് ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അത് വേണ്ട നോക്കിയാൽ കൊണ്ട് വിടുക. അല്ലാതെ കണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇടുന്ന ആളെ പറ്റിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അഭിപ്രായം യോജിച്ചിട്ടില്ലെങ്കിൽ നമ്മളതിന് തിരിച്ചിട്ട് അങ്ങോട്ട് തെറി പറയാൻ നിറുന്നത് അതൊരു നല്ല അന്തസ് ഉള്ളവർക്കല്ല. കാരണം ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, ഇപ്പോൾ ഈ വീഡിയോ അങ്ങനെ മോഡിയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല. കാരണം വെച്ചാൽ എല്ലാവരും മോഡി എന്ന് വരില്ല എന്ന് പറയുന്നതാണ്. ഞാൻ ചില നിഗമനങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല ചില ആളുകൾക്ക്. അപ്പോൾ ഇന്ന് തെറി പറയരുത് തട്ടാണ് ഞാൻ പറയുന്നത്. പല ആളുകൾ എന്നെ വിവരദോഷിക്കുന്നു, ഹമാറിന്ന്, ഹമുക്ക്, പോട എന്നൊക്കെ പറയുന്നത് എന്തെല്ലോ ഒരു രൂപത്തിലുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തെറി പറയില്ലെന്ന് വെച്ചെങ്കിൽ അതൊരു അന്തസ്സിന് ചോദിച്ചതല്ല. അവരെ പറ്റി ഇറക്ക് പറയാനുള്ള എനിക്കത് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ നോക്കാണ്ട് വെക്കുക. ആരും എൻ്റെ എന്നല്ല, ആരെ വീഡിയോ നോക്കിയാലും ആരും അങ്ങനെ അനാവശ്യം പറയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് വെച്ചെങ്കിൽ അവരെ പറ്റിയിട്ട് അവർ അഡ്രസ്സ് ഇല്ലാത്തതെന്ന് പറയാൻ പറ്റും. എത്രയും ഞാൻ പറയുന്നത്, അവർക്ക് അഡ്രസ്സില്ല. അഡ്രസ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചീത്തൊന്നും ആരും പറയൂല, തെറി പറയൂല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നുള്ളത്, നമ്മൾ നരേന്ദ്രമോദി ഒന്നാം മന്ത്രിസഭയും കഴിഞ്ഞ് രണ്ടാമത്തെ മന്ത്രിസഭയും 2 പ്രാവശ്യം നരേന്ദ്രമോദി വിജയിച്ചു. അപ്പോൾ ആദ്യം ഭരണം കഴിഞ്ഞ് രണ്ടാമത്തെ ഭരണത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും കണക്ക് കൂട്ടിയൊരു കണക്കുണ്ട്. അതായത് എല്ലാവരും വിലയിരുത്തിയത് നരേന്ദ്രമോദിയുടെ ഭരണം പാങ്ങില്ല, നന്നല്ല. അതുകൊണ്ട് ജനങ്ങൾ ഭരണത്തെ വിലയിരുത്തുന്ന ഒരു ഇലക്ഷനായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത് വന്നതോ അതിനേക്കാളും ഭൂരിപക്ഷത്തോടാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം വെച്ചെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ആളുകൾ എല്ലാവരും ഇനി നരേന്ദ്രമോദി വരില്ല എന്നുള്ള ഒരു തീർത്ത് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥം. കാരണം ആദ്യമെല്ലാം നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തിൽ വരുമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും, എല്ലാ ചാനലുകളും, ഒരുപാട് ചാനലുകൾ നരേന്ദ്രമോദി എൻ്റെ ഭരണത്തിൽ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം വെച്ചെങ്കിൽ, നരേന്ദ്രമോദിക്ക് സപ്പോർട്ട് നിൽക്കുന്ന ചാനൽ പോലും നരേന്ദ്രമോദിക്ക് ഇനി 250 സീറ്റിലപ്പുറം കിട്ടൂല എന്നുള്ള അഭിപ്രായ സർവ്വപരം നടന്നു കഴിഞ്ഞു. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചെങ്കിൽ, ഇത് യഥാർത്ഥത്തിൽ ഈ സംഭവം അങ്ങനെയല്ല നടക്കുക. ചെറിയ ഭൂരിപക്ഷത്തിനും കൂടെ മോഡി വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയും, നമ്മൾ ഈ 2 പ്രാവശ്യം മോഡി ഭരണത്തിൽ വന്നപ്പോഴും ഈ ഇത്രയും നല്ലൊരു ഭരണഘടന ഉള്ള ഈ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിവിടെ നടന്നു കഴിഞ്ഞു. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളും നരേന്ദ്രമോദിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിക്ക് ഒരു ലെവലേഴ്സും പോലും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. കാരണം എന്താ പറയുക, 2-3 കാര്യങ്ങൾ ഇതിന് പിന്നീട്. ഒന്ന്, നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങളെ അനുകൂലിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ജനങ്ങൾ പിന്തുണയുണ്ട്. നമ്മൾ വെറും കേരളവും കർണാടകവും തമിഴ്നാടും നോക്കിയാലൊന്നും പോരാ, മറ്റുള്ള സ്റ്റേറ്റിൻ്റെ അവസ്ഥ അതാണ് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്നെന്ന് വെച്ചെങ്കിൽ, എന്തിവിടെ നടന്നാലും നീതിപീഠം ഒരു കാരണവശാലും നരേന്ദ്രമോദിക്ക് വാദിക്കുന്ന രൂപത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും വരില്ല എന്ന് നരേന്ദ്രമോദിക്ക് ഉറപ്പുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നൊന്നെന്ന് വെച്ചെങ്കിൽ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വിഷമമുള്ള ഒരുപാട് കാര്യങ്ങളിവിടെ നടന്നിട്ടുണ്ട്. ഇതിൽ ഒന്നിനും തന്നെ ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും ഈ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭയ്ക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകളുടെ അടിച്ചു കൊല്ലും ഒക്കെ ചെയ്ത് പശുവിൻ്റെയും അതിൻ്റെയൊക്കെ വിശ്വാസത്തെ പേരിലൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജനങ്ങളെ അടിച്ചു കൊന്നു. ഈ രാജ്യത്തിൻ്റെ ഭരണം കൈകാര്യം ചെയ്യുന്ന ഈ മന്ത്രിസഭയിൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് എതിരായിട്ട് എല്ലാ പ്രതിപക്ഷത്തിനെ പോലത്തെ ആളുകൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യൻ നീതിപീഠത്തിനോ ഒരു അറുതി വരുത്താൻ സാധിച്ചിട്ടുണ്ടോ?
മുന്നത്തെ മന്ത്രിസഭേൻ്റെ ശേഷം രണ്ടാമത്തെ മന്ത്രിസഭയ്ക്ക് ശേഷം അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ അക്രമങ്ങൾ വർദ്ധിച്ചിട്ടുള്ളത്. അപ്പം ആ വർദ്ധിച്ചിരുന്ന് നമ്മത് മനസ്സിലാക്കുന്നത് വീണ്ടും മന്ത്രിസഭയിൽ വരുമ്പോൾ അതിനെ ജനങ്ങൾ അനുകൂലിക്കുന്ന ആളുകളാണ് ഇപ്പം നിലവിൽ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് വെച്ചെങ്കിൽ നീതിപീഠത്തു നിന്നും ഒരു ഭീഷണിയും നരേന്ദ്രമോദിക്ക് ഇല്ല എന്നുള്ള ഒരു ധൈര്യം. ഞാൻ ലാസ്റ്റ് നിങ്ങൾ പറയും എന്തുകൊണ്ടെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇങ്ങനെ തുടർന്ന് വരുന്നതിനിടയ്ക്ക് ഇപ്പോൾ ഈ നാട്ടിൽ ഒരുപാട് ജനങ്ങൾ അടിച്ചു പോന്നു. എന്ത് സംഭവിച്ചു? ഒന്നും നടന്നിട്ടില്ല. ലോകത്തെവിടെ നടക്കാൻ പാടാത്ത കാര്യങ്ങളാണ്. അത് മാത്രമല്ല, എത്ര പള്ളികൾ പൊളിച്ചു, എത്ര മദ്രസകൾ പൊളിച്ചു, എത്ര ന്യൂനപക്ഷ അക്രമങ്ങളുണ്ടായി, എത്ര സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു. ഏതെല്ലാം മുസ്ലിങ്ങൾ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ജുമാസ്കാരം നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ചവിട്ടുന്ന അവസ്ഥ പോലും ഉണ്ടായി. നമസ്കരിക്കുന്ന ലോകത്താരും പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരും അങ്ങനെ ആക്രമിക്കില്ല. അത് വലിയൊരു ഒരു കാര്യമാണത്. അങ്ങനെയുള്ള പോലും ഇവിടെ നടന്നിട്ട് ഈ നീതിപീഠത്തിൽ നിന്നോ മറ്റേതെങ്കിലും നിന്നോ ഈ ഭരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഭീഷണിയോ വിഷമമോ ഉണ്ടോ? എല്ലാം ആരെങ്കിലും എനിക്ക് ശക്തമായി എതിർത്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അത് ചെയ്യാൻ പാടില്ല എന്ന് നരേന്ദ്രമോദിക്കോ നരേന്ദ്രമോദിൻ്റെ അനുയായികൾക്കോ തോന്നുന്ന ഒരു അവസ്ഥ ഇവിടെ നിലവിലുണ്ടോ? ഇല്ല തന്നെ. ഒരുപാട് പള്ളികൾ ആക്രമിക്കപ്പെട്ടു. എത്ര പള്ളി പൊളിച്ചു. ഏതെങ്കിലും ഒരു പള്ളി പുതുക്കി പണിഞ്ഞതായിട്ട് നമ്മൾ കണ്ടു ഈ ഗവൺമെൻറ്. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഗവൺമെൻറ് എവിടെയെങ്കിലും ഒരു ദുഃഖം രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ നരേന്ദ്രമോദി ഇല്ല. എന്തുകൊണ്ട്? അതിനെ ദുഃഖം രേഖപ്പെടുത്തിയാൽ അനുകൂലിക്കുന്ന ജനങ്ങളല്ല ഇവിടെ ഉള്ളത് എന്ന് നരേന്ദ്രമോദിക്കുള്ള ഭൂരിപക്ഷത്തിൽ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അല്ലെങ്കിൽ നീതിപീഠത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഭീഷണി ഈ ഭരണകർത്താക്കന്മാർക്ക് വന്നിട്ടുണ്ടോ? ചോദ്യം ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് എടുക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ഇത് പറയാനുള്ള കാരണം നരേന്ദ്രമോദിനെ ഇപ്പം താഴ്ത്തി കാണിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. അതിനെ അനുകൂലിക്കുന്ന ജനങ്ങളും നീതിപീഠങ്ങളും ആണിപ്പം നിലവിൽ ഉണ്ട് എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഈ അടുത്തായിട്ട് തന്നെ സുപ്രീം കോടതി പോലും പറഞ്ഞ് വിദ്വേഷ പ്രസംഗങ്ങൾ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലക്ഷക്കണക്കിന് വിദ്വേഷ പ്രസംഗങ്ങളും വീഡിയോ ഒക്കെ അത് ഡിലീറ്റ് ചെയ്തത്. അതിന് ശേഷം നോക്കണം ഇപ്പോൾ വന്ന ഈ ഇലക്ഷൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ രണ്ടാമത്തെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ നമ്മളെ ലോക ചരിത്രത്തിൽ ഇല്ലാത്തൊരു കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടത്. നമുക്ക് അതിൽ നിന്ന് ചുരുക്കിയിട്ട് നമുക്ക് കുറച്ച് നിർത്താൻ പറ്റും. ഇന്ത്യൻ്റെ ഒരു പ്രധാനമന്ത്രി ലോകത്ത് ഒരു രാഷ്ട്രത്തിലുള്ള ഒരു പ്രധാനമന്ത്രിമാരും ധൈര്യപ്പെടാത്ത അത്രയും ധൈര്യത്തിലാണ് നരേന്ദ്രമോദി പ്രവർത്തിച്ചത്. എന്തെല്ലാം വിദ്വേഷ പ്രസംഗങ്ങളാണ് ഈ നരേന്ദ്രമോദി ചെയ്തത്. മുസ്ലിം സ്ത്രീകൾ പുതിയ ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ് വന്നാൽ അല്ല ഇന്ത്യ സഖ്യം വന്നാൽ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ സർവ്വ ആസ്തിയും എല്ലാം മുസ്ലിങ്ങൾക്ക് വിധിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഹിന്ദു സ്ത്രീകളുടെ കെട്ടുതാലി പോലും പറിച്ചെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു. പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതിന് കോൺഗ്രസ് വരികയാണെങ്കിൽ മുസ്ലിങ്ങളെല്ലാം കൂടിച്ചായിട്ട് രാമക്ഷേത്രം ബുൾഡോസർ കൊണ്ടുപോയിട്ട് പൊളിക്കുന്നു. ഇതൊക്കെ എവിടെ നിന്നാണ് ഈ പറയുന്നത്? റോഡിൽ നിന്നിട്ടാണ് പറയുന്നത്. നരേന്ദ്രമോദി. ലോക ചരിത്രത്തിൽ ഒരു ലോക പ്രധാനമന്ത്രിമാർ പറയാൻ ധൈര്യപ്പെടാത്തതും പറയാത്ത ഒരു കാര്യമാണ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി പബ്ലിക്കായിട്ട് ഇങ്ങനെ വിദ്വേഷ പ്രസംഗം നടത്തി. ഈ ഇലക്ഷൻ കമ്മീഷണറോ അല്ലെങ്കിൽ ഇവിടുത്തെ നീതിപീഠങ്ങളോ ഏതെങ്കിലും കമ എന്നൊരു വാക്ക് പറയുന്നത് നമ്മളാരും കണ്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ പറയുന്നത് ശരിയെന്ന് അംഗീകരിക്കുന്ന അവരൊക്കെ എന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അല്ല എന്തുകൊണ്ട് ആരും ഇതിന് മിണ്ടുന്നില്ല? എന്തുകൊണ്ട് നരേന്ദ്രമോദിയും അതുപോലെ നരേന്ദ്രമോദിൻ്റെ അനുയായികളായ മറ്റ് സംഘപരിവാരങ്ങളും വീണ്ടും വിദ്വേഷ പ്രസംഗം നടത്തുന്നത്? ഇപ്പം അതിനുശേഷം തന്നെ എത്രയോ അവരെ അനുയായികളായിട്ടുള്ള ആളുകൾ ഈ MP-മാരെ പോലത്തെ ആളുകളൊക്കെ വിദ്വേഷ പ്രസംഗം നടത്തിയല്ലോ. എവിടെയെങ്കിലും ഒരു നടപടി എടുക്കുന്നത് നമ്മൾ കണ്ടോ? അപ്പോൾ ഇന്നത്തെ നിലപാടിൽ ഇപ്പോൾ ഇന്നലെ പോലും പറഞ്ഞ ഗ്യാൻബാവി പള്ളിയിൽ രാമക്ഷേത്രം പോലെ തന്നെ നമ്മൾ ഭരണത്തിൽ വന്നാൽ അങ്ങനെ പൂജ തുടങ്ങും, പള്ളി പൊളിച്ചിടാൻ അമ്പലം കെട്ടുമെന്ന്. ഇന്ന് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ഗുജറാത്തിൽ പശുവിൻ്റെ പേരിൽ പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ അടിച്ചു കൊന്നില്ല. എന്നിട്ട് അതിനെ വിദ്വേഷം മുൻവൈരാഗ്യമാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കി പോലീസുകാർ റിപ്പോർട്ടാക്കി എന്നൊക്കെയാണ് പത്രത്തിൽ കാണുന്നുള്ളത്. ഇപ്പോൾ ഇതൊക്കെ ഈ മുൻകാലങ്ങളിൽ ഉള്ളതൊക്കെ തുടർന്ന് പോകുമ്പോൾ ഈ നരേന്ദ്രമോദി ഇനി ഭരണത്തിൽ വരില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും ഈ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ നടന്നല്ലോ, ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പ്രാവശ്യം ഇലക്ഷൻ നടന്നത് നമ്മൾ മനസ്സിലാക്കണം.
ഈ എല്ലാ ഘട്ടങ്ങളിലും നരേന്ദ്രമോദിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിൻ്റെ അനുയായികളും അമിത്ഷാവും യോഗിനെ പോലത്തെ ആളുകളെല്ലാവരും ഒരുപാട് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു നടപടി എടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടോ? എന്തെടുക്കാൻ കാരണം? ഈ ഇലക്ഷൻ കമ്മീഷണറോട് പരാതി കൊടുത്തപ്പോൾ അവർ 2-3 പേര് നിന്നിങ്ങനെ ചിരിക്കുകയാണ് എന്നുള്ളത്. എന്തെങ്കിലും ഒരു നടപടി നമ്മൾ കണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ നീതിപീഠങ്ങൾ എന്തെങ്കിലും ഇതിന് വേണ്ടി ഒരു ഭയം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ മറുപടി പറയുന്നുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് വേണമെന്ന് ഇന്ത്യയിലത്തെ ഏകദേശം 80% ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി എല്ലാവരും മുന്നേ പല രൂപത്തിൻ്റെ വിദ്വേഷ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. അന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിൻ്റെ സപ്പോർട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കുറേ ആൾ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ലാസ്റ്റ് ഞാൻ അതിൻ്റെ തലപ്പത്തുള്ള ആളെന്ന് സ്വന്തം ഈ നമ്മളെ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നമുക്ക് തെളിയിച്ചു തന്നു റോട്ടിൽ നിന്ന് വിദ്വേഷ പ്രസംഗം നടത്തിയിട്ട്. അത് ചെറിയ കാര്യങ്ങളൊന്നല്ല ഇപ്പോൾ അടുത്തുനിന്ന് പറഞ്ഞു തന്നു ഈ ഇലക്ഷൻ്റെ സമയത്ത്. എന്ത് നടപടിയെടുത്ത സഹോദരന്മാരുടെ? അപ്പം ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ നടത്തിയ സർവേ ഒക്കെ ഉണ്ടല്ലോ, ഈ നമ്മൾ കാണുന്ന സർവേ, ഇത് വെറുതെ എന്നാണ്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിനെ അനുകൂലിക്കുന്ന ചാനൽ പോലും പറഞ്ഞതെന്ന് വെച്ചാൽ നരേന്ദ്രമോദിൻ്റെ ഭരണത്തിൻ്റെ പേരിലാണ്. സംഭവം എന്ന് വെച്ചാൽ ഇതൊരു ട്രിക്കാണ്, ഒരു ഐഡിയ ആണിത്. കാരണം എന്ന് വെച്ചാൽ ഘട്ടം ഘട്ടമായിട്ട് ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്ന് വെച്ചാൽ ഈ സാധാരണ തട്ടിപ്പാക്കിയിട്ടായിട്ട് മിഷൈനിൽ തട്ടിപ്പാക്കിയിട്ടായിട്ട് ഭൂരിപക്ഷമായിട്ട് നരേന്ദ്രമോദി വന്നതൊക്കെ നമ്മളിവിടെ സാധാരണ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ. ആ പറയുന്ന വിഷയത്തിൽ നിന്ന് നമ്മളെ ശ്രദ്ധ മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഘട്ടം ഘട്ടമുള്ള ഇലക്ഷനിലൊക്കെ ഉണ്ടാക്കിയതൊന്നും. രണ്ടാമത് ഈ മോഡിയെ അനുകൂലിക്കുന്ന ചാനലുകാർ തന്നെ ഇനി മോഡി ഭരണത്തിൽ വരില്ലാന്ന് പോലും സർവേ ആക്കിയിട്ട് പുറത്ത് ഇട്ടിട്ട് ജനങ്ങളെ ശ്രദ്ധ ഇങ്ങനെ മാറ്റിച്ചതും എന്നാണ് എൻ്റെ സംശയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ ഒരു തരികിടം. അതായത് ഇതുവരെ 2 ഇലക്ഷൻ അങ്ങനെ കഴിഞ്ഞു പോയല്ലോ. ഇതിലൊരു ഇന്ത്യ സഖ്യം എന്നുള്ളൊരു സഖ്യം ആക്കിയതിന് ശേഷം നരേന്ദ്രമോദി വേറെന്തോ ഒരു അടവ് വയറ്റുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് ഞാൻ ഈ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇവിടെ ഒരു ഭയമില്ലാതെ നരേന്ദ്രമോദി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടും ഇന്ന് നിലവിൽ നരേന്ദ്രമോദി ചെയ്യുന്നതാണ് ശരിയെന്ന് ഇവിടുത്തെ ഇന്ത്യൻ ജനത പറയുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഞാനിപ്പോൾ നരേന്ദ്രമോദി വീണ്ടും വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നതല്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് നരേന്ദ്രമോദി ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും 3ാമത്തെ പ്രാവശ്യം കൂടെ വരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നരേന്ദ്രമോദി വരണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നുമല്ല ഞാൻ. പക്ഷേ ഇന്നത്തെ നിലപാടും സാഹചര്യങ്ങളും അവിടത്തേക്കാണ് വിരൽ ചൂണ്ടുന്നുള്ളത്. ഇത് എൻ്റെ അഭിപ്രായം ഞാൻ പറയാണ്. ഇഷ്ടമുള്ളവർക്ക് മനസ്സിലാക്കുക, കേൾക്കുക, ഇല്ലാത്തവർക്ക് തള്ളിക്കളയുക. അടുത്ത വീട്ടിൽ കാണുന്നവർ തെറ്റുകുറ്റങ്ങളൊന്ന് ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.